ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഗാർഡൻ ടൂർ കാണിക്കാം. എൻ്റെ ഗാർഡൻ അല്ല, വേറൊരാളുടെ ഗാർഡനാണ്. ഗാർഡൻ എന്ന് പറയുമ്പോൾ കുറച്ച് ചെടികളല്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഇഷ്ടിക കട്ടകൾ അടുക്കി വെച്ചിട്ട് ഒരു ഗാർഡൻ ബെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൂക്കളുള്ള ചെടികളാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. ഇത് കോഴിപ്പൂ എന്ന് പറയില്ലേ, അത് ആ ചെടിയാണ്, പക്ഷെ പൂക്കളില്ല. അതിനടുത്തൊരു തുളസി നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഇംപേഷ്യൻസ് ആണ്. മറ്റേ ഇംപേഷ്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഹൈറ്റിൽ വളർന്നിട്ട് നല്ല വലിയ പൂക്കളാണ് തരുന്നത്. അതിനടുത്തായിട്ട് ഇവിടെ ഒരു റോസ് നിൽക്കുന്നുണ്ട്. ബഡ് റോസ് ഒന്നും അല്ല കേട്ടോ, സാധാരണ റോസാണ്. അതിലൊരു മുട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് തെറ്റി ഇങ്ങനെ അടുപ്പിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ജമന്തി നിൽക്കുന്നുണ്ട്. പൂക്കളൊക്കെ വരാറാവുന്നേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, മുട്ടൊക്കെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാ ചെടികളും ഇങ്ങനെ മിക്സ് ആയിട്ടാണ് നട്ടേക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട് തെറ്റിച്ചെടികൾ. മഴ ആയത് കാരണമെന്നാണോ എല്ലാം വേരൊക്കെ പിടിച്ച് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനി വളർന്നു വരുമ്പോഴായിരിക്കും ഭംഗിയുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഡാലിയ നിൽക്കുന്നുണ്ട്. ഇത് ഡാലിയ ചെടിയാണ് കേട്ടോ. ഇതിൽ ഇതുവരെ പൂക്കൾ വന്നിട്ടില്ല, മഴയാണല്ലോ, അപ്പോൾ സമ്മറൊക്കെ ആയിട്ടേ വരുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ മഞ്ഞ കോളാമ്പിപ്പൂ കായ്ക്കുന്ന ആ ചെടിയുണ്ട്. എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇവിടെ നട്ടേക്കുന്നത്. എല്ലാം പൂ കാഴ്ച വരുമ്പോഴായിരിക്കും ഭംഗിയുള്ളത്. ഇതെല്ലാം പൂക്കൾ കാഴ്ച നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ. കുറേ കളറുള്ള പൂക്കളുണ്ടല്ലോ. പിന്നെ ഈ യെല്ലോ കളർ ലീഫുള്ള ഈ ചെടിയിൽ കായ്ക്കുന്നതൊരു വെള്ളപ്പൂവാണ്. പേരറിയില്ല ഈ ചെടീൻ്റെ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു റോസ് കളർ ഇംപേഷ്യൻസ് നിൽക്കുന്നുണ്ട്. ഇംപേഷ്യൻസ് എന്ന് പറയുന്നത് എത്ര ലൈറ്റ് കുറവാണേലും കുറേ പൂക്കൾ തരുന്ന ചെടിയാണ്. എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ഇംപേഷ്യൻസ്. പിന്നെ ഇവിടെ നല്ല ബുഷി ആയിട്ടുള്ള ഒരു നിയോൺ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ട്രൈ കളർ റിയോ ഉണ്ട്. കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ അതിൽ നിന്ന്. പിന്നെ ഇവിടെ ഒരു റെഡ് കളർ ബിഗോണിയ നിൽക്കുന്നുണ്ട്. നല്ല ബുഷിയായിട്ട് നിൽക്കുവാണ് ഇവിടെ. ഇതൊരു തെറ്റിച്ചെടിയാണ്, കുറച്ച് വലിയ ഇലകളുള്ള ഒരു തെറ്റിച്ചെടിയാണ്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. വീണ്ടും തെറ്റിച്ചെടി തന്നെയാണ്. ഇത് 2 കളർ തെറ്റിയുണ്ട് കേട്ടോ. റോസ് കളർ തെറ്റിയും അതുപോലെ റെഡ് കളർ തെറ്റിയും ഒരുമിച്ച് വെച്ചേക്കുവാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വീണ്ടും കുറേ ഇംപേഷ്യൻസും കോളാമ്പിച്ചെടിയും എല്ലാം ഒരുമിച്ച് നട്ടിട്ടുണ്ട്. പൂക്കൾ കഴിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഭംഗിയുള്ളത്. പിന്നെ ഇവിടെ ഒരു പിച്ചിപ്പൂവിൻ്റെ ചെടിയുണ്ട്. കുറച്ച് പഴയ ചെടിയാണ്. ഞാൻ കുഞ്ഞിലായിരിക്കുമ്പോൾ മുതൽ ഞാൻ ഈ ചെടി ഇവിടെ ഉള്ളത് കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ സ്റ്റെം കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള സ്റ്റെമ്മായിട്ടുണ്ട്. ഇപ്പോൾ നല്ല പഴക്കമുള്ളൊരു ചെടിയാണിത്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഓർക്കിഡ് ഉണ്ട്. വീണ്ടും 2 ചട്ടികളിലായിട്ട് ഇവിടെ കുറേ തെറ്റി നിൽക്കുന്നുണ്ട്. ഇത് പുറത്തുള്ളതാണ് കേട്ടോ, വീട്ടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലല്ല, പുറത്തുള്ള ചെടിയാണ്. ഈ ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് പൂക്കൾ കായ്ച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെടികളാണ് ഇവിടെ ഉള്ളത്. പൂക്കൾ വരുന്ന ചെടികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.